പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ കിച്ചൺ വീഡിയോസ് എങ്ങനെ, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് എങ്ങനെ, എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കിച്ചൺ വീഡിയോസ് ചെയ്യുന്നവർ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ഒരു കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തികൾ, അത് ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ മമ്മൂട്ടിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ലേബൽ, ഒരു കുട്ടി ഒരു പെട്ടി, അങ്ങനെയായിരുന്നു പണ്ട്. മമ്മൂക്കയുടെ ഒരു ന്യൂഡൽഹി എന്ന സിനിമ വരുന്നതിന് മുമ്പ് മമ്മൂക്കയുടെ ഒരു പഴയ കാലം, അന്നത്തെ കുറേ പടങ്ങൾ മമ്മൂക്കയുടെ ഫ്ലോപ്പാണ്. അപ്പൊ അന്ന് ഉള്ളവർ മമ്മൂക്കയെ കളിയാക്കി പറഞ്ഞിരുന്നതാണ് ഒരു പെട്ടിയും ഒരു കുട്ടിയും. അതായിരുന്നു അന്നത്തെ മമ്മൂക്കയുടെ മിക്ക സിനിമകളിലെയും വേഷം. ഇത് തന്നെയാണ് നിങ്ങളുടെ ചാനലിലും വരുന്നത്, ഈ ഒരു ആവർത്തന വിരസത എന്ന് പറയുന്നത്. ഇത്തരം ഒരു കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതിൽ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ പലർക്കും വിഷമം തോന്നിയേക്കാം. അവരവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ടാണ്, വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് ഒക്കെ ഇടുന്നത്. പക്ഷെ അത്തരം എഫേർട്ട് എടുത്തത് കൊണ്ടോ അത്തരം വീഡിയോസ് എടുക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അത്തരം വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 100-200 പേരൊക്കെ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ അത്തരം വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇതിൽ പുരുഷന്മാരുമുണ്ട്. ഇതിൽ പുരുഷന്മാർ മാക്സിമം അവരുടെ ഫേസ് കാണിച്ചിട്ടായിരിക്കും ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് സ്ത്രീകൾ അങ്ങനെയല്ല. എസ്പെഷ്യലി ഞങ്ങളുടെ ഭാഗത്ത്, ഈ മലബാർ ഭാഗത്തൊക്കെയുള്ള സ്ത്രീകൾ ഫേസ് കാണിക്കുന്നതല്ലോ. അപ്പൊ അത്തരം വീഡിയോസുകൾക്ക് ചിലപ്പോൾ റീച്ച് വളരെ കുറവായിരിക്കാനുള്ള സാധ്യത. അതായത് നമുക്ക് മാക്സിമം പറ്റുന്നവരൊക്കെ ഫേസ് കാണിച്ചിട്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന്റെ നിങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഒരു വീഡിയോസ് വിഷ്വൽ എന്ന് പറയുന്ന, ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മളും നമ്മുടെ പെർഫോമൻസും നമ്മുടെ ഫേസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആയി, എല്ലാം ചേരുമ്പോഴാണ് അതൊരു കാണാൻ ഭംഗിയുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നത്. അത് നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ആ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. എസ്പെഷ്യലി ഒരു വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തികൾ, ഇപ്പോൾ ഒരു സാമ്പാറാണ് അറ്റ്ലീസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവർ ഈ സാമ്പാർ കട്ട് ചെയ്യുന്നത് മുതൽ അത് കഴുകിയതിന് ശേഷം അത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് പിന്നീട് അത് മഞ്ഞപ്പൊടി ഇട്ട് ചൂടാക്കി പിന്നീട് വെള്ളം തിളപ്പിച്ചു കട്ട് ചെയ്യുന്നത് കാണിച്ച് അത് വിരട്ടി, ഇത്രയും ഭാഗങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കും. സാമ്പാർ ഉണ്ടാക്കാൻ ഒരു പക്ഷെ 15 മിനിറ്റ് മതിയാകും, 10 മിനിറ്റ് മതിയാകും, ചിലപ്പം 15 മിനിറ്റ് മതി. പക്ഷെ ഇവരുടെ വീഡിയോസ് 20-22 മിനിറ്റ് ഉണ്ടാവും. ഇത്രയും സമയം ഞങ്ങൾ പ്രേക്ഷകർ അത് ഇങ്ങനെ നോക്കിയിരിക്കണം, ഇത് എന്താകും, ഇനി ഇത് സാമ്പാർ ആകുമോ എന്നുള്ളത് ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വീഡിയോസിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ്. വീഡിയോസിന്റെ ലെങ്ത് വളരെ 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 കുറക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോ സാമ്പാറാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെർച്ചിങ് ബാറിൽ അല്ലെങ്കിൽ ടാഗ് ലൈൻസ് നമ്മൾ കീവേഡ്സ് കൊടുക്കുമ്പോൾ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം, ഹൗ ടു മേക്ക് സാമ്പാർ, ഇങ്ങനെയൊക്കെ ആയിരിക്കും കീവേഡ്സ് കൊടുത്തിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും എന്നെ പോലുള്ള ഒരാൾ സാമ്പാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കാണുന്നത് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് നോക്കുന്ന സമയത്ത് 20 മിനിറ്റ് ആയിരിക്കും അതിന്റെ ലെങ്ത്. ഇത്രയും സമയം അവർക്ക് നേരെ മറിച്ച് അതിന്റെ അടിയിൽ ഉണ്ടാവും ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്നുള്ള, അല്ലെങ്കിൽ 1.5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് എന്നുള്ളത്. ആ വീഡിയോസ് ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പായാക്കാൻ സമയമില്ല. അപ്പൊ അവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. വീഡിയോസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുന്നു, കട്ടിങ് ഓക്കെ, അവിടെ കഴിഞ്ഞു. 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡിൽ കട്ടിങ് തീർന്നു. കഴുകുന്നു എന്ന് പറയുമ്പോഴും ആ കഴുകുന്ന ഒരു സീൻ മാത്രം മതി. വെള്ളത്തിലേക്ക് ഇടുന്നു മതി. ഇത് നമ്മൾ ചൂടാക്കാൻ വെച്ച് ഇതേ ചൂടാക്കാൻ വെക്കുന്നു, ഇതേ ചൂടായി മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെക്കൻഡിൽ മറിയുകയും ചെയ്യും. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ആൾക്കാർക്ക് കാണിച്ച് അതിലേക്ക് ഇടുകയും അത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ചുവന്ന കളറായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ചുവന്ന കളറാവും, ഇതിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇളക്കിയിരിക്കുന്നു. ഒന്നും പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇളക്കുക, ഇത് ചൂട് കളറിലാകും.
എന്ന് പറയുമ്പോഴേക്ക് ഇത് ആയി വരണം. കാരണം നമ്മുടെ ഷോർട്സ് ഒക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ അത്രയും അവരെ പിടിച്ചിരുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ടക്ക് 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 എന്ന രൂപത്തിൽ കട്ടിങ് ചെയ്തിട്ട് വേണം എഡിറ്റിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു സാമ്പാർ ഉണ്ടാക്കേണ്ട വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോൾ മിനിമം 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഏകദേശം ഓക്കെയാണ്. പിന്നെ കളർഫുൾ ആയിരിക്കണം നിങ്ങളെ ചുറ്റുഭാഗവും എന്നാണ്. കരി പിടിച്ച ഒരു ചുമരും അതുപോലെ തന്നെ കുറെ കരി പിടിച്ച പാത്രങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഇല്ലാത്ത ഒരു കിച്ചണില് ക്യാമറ എങ്ങോട്ടോ തിരിച്ചു വെച്ചുകൊണ്ട് ഈ പാത്രത്തിന്റെ ഏതോ ഒരു ഭാഗം കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്താൽ അതൊന്നും കുറെ സമയം കാണാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനത്തിലേക്കായിരിക്കണം ഒന്ന് ഫോക്കസ് വെക്കേണ്ടത്, പിന്നെ നമ്മുടെ ഫേസിലേക്കും. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്യാമറ അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പാത്രങ്ങൾ എല്ലാം കളർഫുൾ ആയിരിക്കണം. നല്ല നല്ല കളേഴ്സ് പാത്രങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഒരു ഡിസൈനിങ് വീട് ഇന്റീരിയർ വർക്ക് പോലെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾ കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ ശ്രമിച്ചാൽ കുറെ ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരുമായി സംസാരിക്കുന്ന വിധം അത് അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള ഒരു ടോക്ക് ആയിരിക്കണം. കുറച്ച് ഒരു ലാഗ് വന്നെന്ന് തോന്നിയാൽ അവിടെ എന്തെങ്കിലും ഒരു സ്റ്റോറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ ഈ വീഡിയോസ് ഇടാൻ. ഇൻ കേസ് ഈ വോയിസ് ഓവർ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോലും 2 മിനിറ്റ് കൊണ്ട് 1.5 മിനിറ്റിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് അതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ആയാലും നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്താണ് കാണിക്കുമ്പോൾ അതിന്റെ ആവശ്യം ടക്ക് 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 എന്ന് കട്ടിങ് പോകുമ്പോൾ നമ്മളത് കാണാൻ ശ്രമിക്കും. അല്ലാതെ പ്രിയ വീട്ടമ്മമാരെ നിങ്ങൾ അത്രയും സമയം വെയിറ്റ് ചെയ്ത് 20 മിനിറ്റും 25 മിനിറ്റും 15 മിനിറ്റിന്റെ ഒക്കെ വീഡിയോസ് ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾ വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 100ഉം 200ഉം 300ഉം പോട്ടെ ഒരു 1K വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും അത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നല്ലൊരു തമ്പനയിൽ കൊടുക്കുക എന്നുള്ളതാണ്. തമ്പനയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ ആ വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കോ അതിന്റെ ഫോട്ടോസ് വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. സാമ്പാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും നല്ല സാമ്പാറിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ഏറ്റവും നല്ല സാമ്പാറിന്റെ ഒരു ഫോട്ടോസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസിൽ നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ആ സാമ്പാറിന്റെ ഫോട്ടോസ് ആണ് നിങ്ങൾ വെക്കേണ്ടത്. ഓക്കെ, കൂടെ തമ്പനയിലിൽ നിങ്ങളുടെ ഒരു ഫോട്ടോസ് ചെറുതായിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നന്നായിരിക്കും. വീഡിയോസ് നിങ്ങളെ ഫേസ് കാണിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് ബുദ്ധിമുട്ടുള്ളവർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ നല്ല ഒരു ക്യാപ്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇങ്ങനെയും ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കാം, എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്നുള്ളതിന് പകരം ഇങ്ങനെയും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ക്യാപ്ഷൻ ആണെങ്കിൽ ചിന്തിച്ചു നോക്കേ. എങ്ങനെയും സാമ്പാർ ഉണ്ടാക്കാം അല്ലെങ്കിൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ പകരം നിങ്ങൾ ഇങ്ങനെയും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യചിഹ്നം, ഒരു വിസ്മയം എല്ലാം അതിലുണ്ട്. ആ ഒരു തമ്പനയിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെയും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ നോർമലി ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മയായാലും ഒരു ആരായാലും ഇങ്ങനെയും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് അവർ വീഡിയോയിലെ ആ തമ്പനയിൽ കണ്ടിട്ട് നിങ്ങളുടെ വീഡിയോയിലേക്ക് വരും. അപ്പൊ അവിടെ നിങ്ങൾ 20 മിനിറ്റ് ഇട്ട് ഇറക്കിക്കൊണ്ടിരിക്കരുത്. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2-3 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങളുടെ വീഡിയോസ് തീരും എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കാണും. കാരണം ആക്ച്വലി ഒരു കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ മാത്രമേ നിങ്ങളുടെ ചാനൽ കാണൂ. അവരുടെ കയ്യിലില്ലാത്തത് ക്ഷമയാണ്, അവരുടെ കയ്യിലില്ലാത്തത് സമയമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും അവരുടെ അപഹരിക്കാത്ത രൂപത്തിൽ അവർക്കറിയാം. നിങ്ങൾ അടുത്തത് ഉപ്പാണ് ഇടുന്നത്, അടുത്തത് മുളകാണ് ഇടുന്നത്, അടുത്തത് വെജിറ്റബിൾസ് ആണ് ഇടുന്നത്, അടുത്തത് സാമ്പാർ പൗഡർ ആണ് ഇടുന്നത്, എല്ലാം അവർക്കറിയാം. അപ്പൊ അത് അടുത്തതായി നമ്മൾ സാമ്പാർ ഇടുന്നു എന്ന് പറയാൻ ടക്ക് 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 ഇങ്ങനെ ഇട്ട് പോവാണെങ്കിൽ അവർക്കറിയാം വീഡിയോസ് ഏകദേശം തീരാറായി. ഓക്കെ, ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാനെങ്കിൽ അവർ ഇരിക്കും. നേരെ മറിച്ച് നിങ്ങൾ 15 മിനിറ്റും 20 മിനിറ്റും ഇളക്കിക്കൊണ്ടിരുന്നാൽ ആ വീഡിയോസ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ വീഡിയോസ് കയറാത്തത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എക്സ്പെഷ്യലി ഇപ്പോൾ ഈ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് എല്ലാം
എല്ലാ കുക്കിംഗ് വീഡിയോസും ഞാൻ പറയുന്നില്ല, ഈ ഔട്ട്ഡോറിലൊക്കെ വരുന്ന കുക്കിംഗ് വീഡിയോസ് ഒക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. 4 ചുവരിനുള്ളിൽ വെച്ച് ചെയ്യുന്ന ചില അധിക വീഡിയോസും അങ്ങനെ കയറാറില്ല. കാരണം ഒരു കൊറോണ സമയത്ത് വന്ന ഒരുപാട് ചാനലുകൾ പ്ലാവില വരെ എങ്ങനെ ഫ്രൈ ചെയ്യാം എന്ന രൂപത്തിൽ ചക്ക എല്ലാം പല പല പ്രൊഡക്റ്റുകൾ അവരെ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതും കറി വെക്കുന്നതും അത്തരം വീഡിയോസ് ഒരുപാട് വന്നു. അപ്പൊ നമ്മൾ യൂട്യൂബിന്റെ ആസ്വാദന, ഇപ്പൊ സിനിമയുടെ ഇത് മാറി എന്ന് പറഞ്ഞ പോലെ യൂട്യൂബിലേക്ക് ആൾക്കാർ യൂട്യൂബ് കാണുന്നവരുടെ എണ്ണം കൂടി. അവർ ഇത് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടു മടുത്തവര്. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു പുതുമ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും ഒരു പുതുമ വേണം. നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ഒരു പുതുമ വേണം. എസ്പെഷ്യലി ഇപ്പൊ ഞങ്ങളുടെ മലബാർ ഏരിയയിൽ പറയാം, ഇപ്പോ ഞങ്ങൾ ദിവസവും മീൻ നിർബന്ധമുള്ളവരാണ്. ഞങ്ങളുടെ മലബാർ ഏരിയയിൽ ദിവസവും ഫ്രൈഡേ മാത്രം ഞങ്ങൾ എന്തെങ്കിലും ബീഫോ ചിക്കനോ അങ്ങനെയുള്ളതൊക്കെ മാറ്റും. ബാക്കിയുള്ള അധിക ദിവസം ഇത്തരം ഏരിയകളിൽ മീൻ നിർബന്ധമാണ്. ഞങ്ങൾക്കൊരു ഫിഷ് കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാം, ഒരു മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് വലിയൊരു വീഡിയോസ് അല്ല, അതിലൊരു പുതുമയും ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിലൊരു പുതുമ ഞങ്ങൾക്കില്ല. അപ്പൊ അത്തരം വീഡിയോസ് നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ എന്തെങ്കിലും ഒരു പുതുമയുള്ള കണ്ടന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടണം, ഡെയിലി വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് ഇത് തന്നെ പണി. ദിവസവും ഈ ചട്ടി എടുക്കുന്നു, ഇളക്കുന്നു, ഇങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ വീഡിയോസ് എടുക്കൂ. പക്ഷെ ആ ഇടുന്ന വീഡിയോസ് ജനങ്ങളെ വെറുപ്പിക്കാതെ ഇടുക എന്നുള്ളതാണ്. 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോസ് ഇട്ടോളൂ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോസ് ഇട്ടു, നോ പ്രോബ്ലം. പക്ഷെ ആ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, അതിനു വേണ്ടി എടുക്കുന്ന നിങ്ങൾ തയ്യാറെടുപ്പ് എല്ലാം നല്ല ഉഷാറായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഫേസ് കാണിച്ച് ചെയ്യുന്നവർ ഏറ്റവും വീട്ടിൽ നിങ്ങളുടെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു, ഒരു ആപ്രോണൊക്കെ ഇങ്ങനെ കെട്ടി, ഒരു കുക്കിംഗ് പറ്റുമെങ്കിൽ പറ്റുന്നുള്ളവർ ഒരു തൊപ്പിയൊക്കെ വെച്ച് അതിന്റെ ഒരു ചിട്ടയോടുകൂടി വീഡിയോസ് ചെയ്യുമ്പോൾ കാണുന്നവർക്കും ഒരു ഇൻട്രസ്റ്റ് ആവും. അല്ലെ? പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ സ്ലാങ് ഒന്നും ചേഞ്ച് ചെയ്യരുത്. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി കുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ട ഭാഷ തിരുവനന്തപുരം ഭാഷയാണ്. ആ സ്ലാങ് നിങ്ങൾ സംസാരിക്കേണ്ട സ്ലാങ് തിരുവനന്തപുരം സ്ലാങ്ങിലാണ് നിങ്ങൾ അത് പറയേണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഭാഗത്തുള്ള ഈ ഏരിയയിലുള്ള ഞങ്ങളെ മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുള്ളൂ. അതുപോലെ മലബാർ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള മലപ്പുറമുള്ള ആൾക്കാർ മലപ്പുറം ഭാഷയിൽ വേണം നിങ്ങളുടെ വീഡിയോസ് ചെയ്യാൻ. അപ്പോഴാണ് അത് തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഉള്ളവർക്ക് ഒരു പുതുമ അതിൽ തോന്നുന്നു. നമ്മുടെ ഒരു സംസാരത്തിന്റെ ശൈലിയിലൊരു പുതുമ തോന്നുള്ളൂ. അച്ചടി ഭാഷ സംസാരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ എന്താണോ അങ്ങനെയായിരിക്കണം നമ്മൾ വീഡിയോസ് ഇടേണ്ടത്. അപ്പൊ പുതിയതും പഴയതുമായ വ്യത്യസ്തങ്ങളായ ഒരു വിഭവങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ആളുകൾ ഉണ്ടാവും. അത് ഉണ്ടാക്കുന്ന രീതിയും അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയും നല്ലതായിരിക്കണം. ജനങ്ങളെ ബോറടിപ്പിക്കരുത്, അല്ലെങ്കിൽ ഇത് കാണുന്നവരെ ബോറടിപ്പിക്കരുത് എന്നുള്ള ഒരൊറ്റ കാര്യം ഇത് പ്രധാന പോയിന്റാണ്. പിന്നെ ഇതിൽ മറ്റൊന്ന് വീഡിയോസ് കാണാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന തംബ്നെയിൽ, ആ തംബ്നെയിൽ നിങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോസാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതില്ല, ആ ഒരു റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഏറ്റവും നല്ലൊരു ഫോട്ടോസ് വെച്ച് തംബ്നെയിലിൽ നമ്മുടെ ഫോട്ടോസ് വേണമെങ്കിൽ വെക്കാന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം, ഇന്ന ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കൊടുത്ത് ആകാംക്ഷ നിറഞ്ഞ ഒരു ക്യാപ്ഷനും കൊടുത്ത് നല്ല ഹാഷ്ടാഗുകൾ കൊടുത്ത് നല്ല ടാഗ് ലൈനുകളൊക്കെ കൊണ്ടായിരിക്കണം നമ്മൾ ഈ വീഡിയോസ് ചെയ്യേണ്ടത്. ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇത്തരം കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ പോയിട്ട് മറ്റു ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ മറ്റു ചാനലിന്റെ അടിയിലോ പോയിട്ട് ഒരിക്കലും പ്ലീസ് സബ് ചെയ്യൂ, പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ, പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ, കൂടെ കൂടാം, എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെയും വരാം, എന്നോട് കൂട്ടുകൂടിയാൽ ഞാൻ നിങ്ങളോടും കൂട്ടുകൂടാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സബ് ഒരിക്കലും വാങ്ങരുത്. കാരണം ഈ സബ് വാങ്ങുന്നവരെല്ലാം വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ കുക്കിങ്ങിനോട് ഇഷ്ടം ഉള്ളവരായിരിക്കില്ല. നിങ്ങൾ വളരെ ആ കിച്ചണിൽ കിടന്ന് വിയർപ്പൊലിച്ച് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കാണാൻ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സബ്ബാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർ കാണില്ല. അപ്പൊ അത്തരം സബ്ബുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ അതുകൊണ്ട് വളരെ ദോഷം മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ഒരു വീഡിയോസ് ഞാൻ കുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും, എക്സ്പെഷ്യലി ലേഡീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. വരുന്നവർ വരട്ടെ, കുറച്ച് സമയം വൈകിയാലും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടട്ടെ. ഇത്തരം വീഡിയോസ് കയറാതാകുമ്പോൾ പലരും വാച്ചിങ് അവറൊക്കെ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന പോലെ ഇപ്പോൾ വീഡിയോസിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. വാച്ചിങ് അവർ കയറ്റാൻ പാടില്ല, എന്നെ വാച്ചിങ് അവർ ചെയ്തു, അവൻ പറ്റിച്ചു,
മറ്റൊരാൾക്കാരെ പറയുന്നു എന്തിനാണ് പറ്റിക്കാൻ നിന്ന് കൊടുത്തിട്ടല്ലേ ആരാൻ്റെ അമ്മക്ക് പ്രാന്താകുമ്പോൾ കാണാൻ നല്ല ചേല് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തരം പറ്റിക്കലിലൊന്നും ഒന്നും പോയി പെടാതെ നിങ്ങളുടെ വഴിവെട്ടി നിങ്ങളുടെ ഒരു സ്റ്റൈലിൽ നിങ്ങളുടെ കണ്ടന്റുമായി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റിസൾട്ട് ഉണ്ടാകും. ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരോട് ഒരു പ്രത്യേക കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഇൻഡോറിൽ 4 ചുവരുകൾക്കുള്ളിൽ ചെയ്യുന്ന വീഡിയോസ്, സപ്പോസ് നിങ്ങൾക്ക് പുറത്ത് ഒരു സെറ്റ് ചെയ്തിട്ട് ഇടാൻ കഴിയുമെങ്കിൽ കുറച്ചും കൂടെ ഒരു കാണാൻ ഭംഗിയുണ്ടാവും. നിങ്ങൾ സെറ്റിങ്സ് ഒന്നും ആവശ്യമില്ല. ആ പ്രകൃതി ഭംഗിയിൽ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഗ്യാസ് അടുപ്പൊക്കെ ചെറുതായിട്ട് പുറത്തേക്ക് വലിച്ചിട്ടിട്ട് നിങ്ങളെ പറമ്പിലോ പാടത്തോ ഒക്കെ ഇത് എന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങളുടെ വീടിന്റെ ചുറ്റു പരിസരങ്ങളിലോ ഒക്കെ വെച്ചിട്ട് പലതും ഉണ്ടാക്കാൻ കഴിയും. അത്തരം മാറ്റങ്ങൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾ ആ 4 ചുവരുകൾക്കുള്ളിൽ വെച്ച് ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ ഈ ഔട്ട്ഡോർ ആയിട്ടുള്ള പുറത്ത് വെച്ചുന്ന വീഡിയോസിനും എടുക്കുന്ന എഫേർട്ട് ഒന്ന് തന്നെയാണ്. പക്ഷെ പ്രകൃതി തരുന്ന ഒരു പച്ചയായ വെളിച്ചത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നല്ല പച്ചയായി കിടക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാവും, വീഡിയോക്ക് ഒരു ഭംഗി ഉണ്ടാവും. അതുപോലെ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഇത്തരം ചാനലുകൾ ഇപ്പോൾ പൊതുവെ റീച്ച് കുറവാണ് എന്നുള്ളതിന് കാരണം അത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൽ ഒരു ജനങ്ങളെ ഇംപ്രഷൻ ചെയ്യിപ്പിക്കുന്ന ഒന്നുമില്ല, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ വരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഇപ്പോൾ അതിന്റെ ഒരു ഡൗൺ ആവാനുള്ള കാരണം. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. അങ്ങനത്തെ കണ്ടന്റുകളായിരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ഇടേണ്ടത്. അങ്ങനത്തെ അയിലക്കറിയും മത്തിക്കറിയും എല്ലാം മാറി നിൽക്കട്ടെ, ചിക്കൻ ബിരിയാണിയും എല്ലാം മാറി നിൽക്കട്ടെ, പുതിയ പുതിയ വിഭവങ്ങൾ വരട്ടെ നമുക്ക്. അപ്പോഴാണ് കൂടുതൽ വീഡിയോസ് ജനങ്ങൾ കാണാനും അത് ഇഷ്ടപ്പെടാനും അതിലെ ഒരു കൗതുകം ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എസ്പെഷ്യലി പുറം നാടുകളിലുള്ള കുറെ ഫുഡുകളൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയാത്ത പല പല ഫുഡുകളും ഒക്കെ നമ്മൾ വീട്ടിൽ മേക്ക് ചെയ്യുമ്പോൾ നല്ല നല്ല രസമായിരിക്കും. സ്വന്തമായിട്ട് പാനിപൂരി ഉണ്ടാക്കുന്നവരുണ്ടാകാം, മസാലപ്പൂരി, ബേൽപൂരി, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് വെച്ചുകൊണ്ട് കൂടുതൽ എക്സ്പെൻസ് ഇല്ലാത്ത വീഡിയോസുകളായിരിക്കണം നിങ്ങൾ ആ കാലങ്ങളിൽ ഇടേണ്ടത്. ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്ത് കുറെ കാശ് വാങ്ങിയാലും ഈ ചാനലിന്റെ ടോട്ടലി ഒരു ഇതിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ സത്യസന്ധമായി പറഞ്ഞു തന്നു. മറ്റുള്ളവർ പറയുന്നത് പോലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള സത്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. പയ്യെ 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 നിങ്ങളുടെ ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൽവപ്പോട് കൂടിയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് പോവുക. അപ്പോൾ തെറ്റില്ലാത്ത ഒരു വരുമാനം നിങ്ങളെ തേടിയെത്തും. ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കറികളോ ഇതൊന്നും ഇടാതിരിക്കുക. നല്ല വെറൈറ്റി ഫുഡുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ സ്പീഡിൽ ഒന്ന് ആവർത്തിക്കുന്നു. 1, സമയം കൂട്ടാതിരിക്കുക, ജനങ്ങളെ ബോറടിപ്പിക്കാതിരിക്കുക. 2, നല്ല തമ്പനയിലിന് ഫോട്ടോസ്, നിങ്ങളെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റെവിടെന്നെങ്കിലും നല്ല ഒരു പ്രൊഡക്റ്റ്, നല്ല ഒരു കറിയുടെയോ അല്ലെങ്കിൽ ഫ്രൈഡേയോ എന്ത് വീഡിയോസ് ആണോ ചെയ്യുന്നത് കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഫോട്ടോസ് സംഘടിപ്പിച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു തമ്പനയിൽ സെറ്റ് ചെയ്യുക. തമ്പനയിൽ ഫോട്ടോസ് സെറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റുന്നവർ ഫേസ് കാണിച്ച് ചെയ്യുക. നല്ല ക്യാപ്ഷൻ കൊടുക്കുക. ക്യാപ്ഷനിൽ എപ്പോഴും ഒരു ആകാംക്ഷയോ ഒരു അത്ഭുതമോ എല്ലാം നിറഞ്ഞിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. 3, മറ്റുള്ളവരിൽ നിന്നും മാറി ചിന്തിക്കുക. വെറൈറ്റി ഫുഡുകളായിരിക്കണം ചെയ്യേണ്ടത് എന്ന് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സബിന് വേണ്ടി യാചിക്കരുത് ഇത്തരം ചാനലുകൾ. കാരണം കുക്കിങ്ങിന്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ അവരൊക്കെയാണോ നമുക്ക് സബ് വരുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത്തരം സബുകൾ നമ്മുടെ ചാനലിൽ കയറി കൂടിയാൽ പിന്നീട് നോട്ടിഫിക്കേഷൻ അവരിലേക്ക് പോവുകയും അവരുടെ നോട്ടിഫിക്കേഷൻ അവർ തുറക്കാതിരിക്കുകയും ചാനൽ അവർ കാണാതിരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ടോട്ടലി നമ്മുടെ ചാനൽ ഡെഡ് ആവും. അപ്പോൾ അത്തരം വരുന്നവർ വന്നാൽ മതി. നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ അടുത്തേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സബായി സ്വീകരിക്കുന്നവരാണ് നിങ്ങളുടെ ചാനലിന്റെ വിജയത്തിന്റെ ചവിട്ടുപടികൾ എന്ന് പറയുന്ന അത്തരം സബുകളാണ്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നല്ല ടാഗ് ലൈൻസുകളൊക്കെ കൊടുക്കുക. അതുപോലെ ഈ കീവേഡ്സ് കൊടുക്കുമ്പോൾ മലയാളത്തിൽ, അതായത് നിങ്ങൾ കേരള ഫുഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മലയാളത്തിലും കൂടെ കീവേഡ്സുകൾ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കുറച്ച് ആളുകളുടെ ഒരുപാട് ആൾക്കാരുടെ പൾസ് അറിയാൻ നമ്മൾ ശ്രമിക്കണം. പലർക്കും ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടായിരിക്കാം. മലയാളം അറിയാത്തവരാരും ഉണ്ടാവാൻ കേരളത്തിൽ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവർ മലയാളത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം,
സാമ്പാർ ഉണ്ടാക്കുന്ന വിധം എന്നൊക്കെ മലയാളത്തിലും നിങ്ങൾ കീവേഡ്സുകൾ കൊടുക്കുക. അതൊക്കെ സെർച്ചിങ് ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോസ് മുകളിൽ കയറി കിടക്കും, ആൾക്കാർ കാണും. വീഡിയോയുടെ ദൈർഘ്യം എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കുക്കിംഗ് ചെയ്യേണ്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.